വചനമൊഴി മെയ് 26. വചനഭാഗം 1 പത്രോസ് 2:1-5, മത്തായിയുടെ സുവിശേഷം 23:28. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ കർപ്പൂര, തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ വഴികാട്ടികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറംപിടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും അത്യാർത്ഥിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ ഫരീസേയ, പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധമാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധമാക്കുക. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നീതിമാന്മാരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചാണ്. ബാഹ്യമായ പ്രകടനങ്ങളല്ല, ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കപടത, കാപട്യം ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ എന്ന് ആവർത്തിച്ച് വിളിച്ച് അവരുടെ ബാഹ്യമായ പ്രകടനങ്ങളിലുള്ള ശ്രദ്ധയും ആന്തരികമായുള്ള നിഷ്കളങ്കത ഇല്ലാതിരിക്കുന്ന അവസ്ഥയുമാണ് ഈശോ വിമർശിക്കുന്നത്. കപടനാട്യക്കാരെ കഴുതയുടെ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തണമെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ബലിവേദിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നാം നിൽക്കുമ്പോൾ ഈശോ നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളല്ല, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ഉള്ളറിയുന്നവനാണ് തമ്പുരാൻ. ഉള്ളറിയുന്നവനായ തമ്പുരാന്റെ സന്നിധിയിൽ ഉള്ളതുപോലെ ആയിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കപടതയോ ബാഹ്യമായ പ്രകടനങ്ങളോ അല്ലാതെ നിഷ്കളങ്കമായി തമ്പുരാന്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ പരിശ്രമിക്കാം. ഹൃദയം മുഴുവൻ അശുദ്ധിയും ദുശ്ചിന്തയും ദുരാഗ്രഹവും വിദ്വേഷവും വെറുപ്പുമൊക്കെയായി ഉള്ളിലിരിപ്പ് മറച്ചു വെച്ചുകൊണ്ട് ബാഹ്യമായി പ്രവർത്തിക്കുന്ന കപട ഹൃദയമുള്ളവരായി മാറാതിരിക്കുവാൻ, നിഷ്കളങ്കതയിൽ വളരുവാൻ തമ്പുരാന്റെ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.